സോ നമ്മൾ ഐഫോൺ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഫോണിൻ്റെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ബാറ്ററി സർവീസ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം. ഇപ്പോൾ ഈ ഒരു ബാറ്ററി നമുക്ക് എപ്പോൾ പ്രോപ്പറായിട്ട് റീപ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ സർവീസ് ചെയ്യണം, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ബാറ്ററി സർവീസ് വന്ന് കിടക്കുകയാണ്, എങ്ങനെ ആ ഒരു കാര്യം സോൾവ് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് വീഡിയോ ഇട്ടെടുക്കാം. മൊബൈൽ ഫോൺസിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ലിഥിയം അയൺ ബാറ്ററീസ് ആണ്. ഈ ഒരു ബാറ്ററീസിന് ഒരു പ്രോപ്പർ എക്സ്പയറി ഡേറ്റ് മാനുഫാക്ചറേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ടൈം പീരീഡ് എത്തുമ്പോൾ തന്നെ ഈ ഒരു ബാറ്ററി കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി പോകും. ഐഫോൺസിൻ്റെ കേസിലായിട്ട് വരുവാണെങ്കിൽ 2 to 3 years ആണ് മാക്സിമം ഈ ഒരു ബാറ്ററിയുടെ ഏജ് എന്ന് പറയുന്നത്. സോ അതിനുള്ളിൽ തന്നെ നമ്മൾ ബാറ്ററീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് റീപ്ലേസ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സേഫ്റ്റി തന്നെയാണ്. കാരണം ഇത് കെമിക്കൽ റിയാക്ഷൻസ് ആണ് ബാറ്ററിയുടെ ഉള്ളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഏജായി അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബാറ്ററി ആണെങ്കിൽ ഈവൻ എക്സ്പ്ലോഡ് അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ സേഫ്റ്റിയാണ് ഏറ്റവും പ്രയോറിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ പ്രോപ്പറായിട്ട് ബാറ്ററിയും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുക. ഇനി എപ്പോഴാണ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സെറ്റിങ്സിൽ കയറുക, നിങ്ങളുടെ ബാറ്ററി സെറ്റിങ്സ് എടുക്കുക. അവിടെ നിങ്ങൾക്ക് മാക്സിമം കപ്പാസിറ്റി അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്ത് കാണാനായിട്ട് സാധിക്കും. ബേസിക്കലി 79% ആകുമ്പോഴാണ് ആപ്പിൾ നമുക്ക് വാർണിംഗ് മെസ്സേജ് അല്ലെങ്കിൽ ബാറ്ററി സർവീസ് ആയി അല്ലെങ്കിൽ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ആയി എന്നുള്ള ആ ഒരു വാർണിംഗ് മെസ്സേജ് നമുക്ക് ആപ്പിൾ ഫോർവേഡ് ചെയ്യുന്നത്. സോ ബേസിക്കലി ആപ്പിളിൻ്റെ പോളിസി അനുസരിച്ച് 79% ആണ് ബാറ്ററി സർവീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം ഫണ്ട് ഇഷ്യൂ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 75% വരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ബാറ്ററി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ബാക്കപ്പിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എൻ്റെ ഒരു സജഷൻ ആയിരിക്കും ഒരു 75 വരെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്തു. 75 താഴെ പോയാൽ പ്രോപ്പറായിട്ട് ആ ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്യുക. കാരണം ഒന്നാമത് നമുക്ക് ആ ഒരു ഉദ്ദേശിച്ച ബാറ്ററി ബാക്ക് വിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ആ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത്. കാരണം ഇത് കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഈ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. സോ iOS 11 തൊട്ടാണ് ആപ്പിൾ ഈ ഒരു ബാറ്ററി സർവീസ് എന്നുള്ള ആ ഒരു വാർണിംഗ് മെസ്സേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു മെസ്സേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ റീസണാണ് ഈ ഒരു പൊട്ടിത്തെറി കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 75% വരെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ഇപ്പോൾ ബഡ്ജറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു 79% തന്നെ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ബാറ്ററി ഹെൽത്ത് കൂടാതെ കുറച്ചധികം ബേസിക് ഫാക്ടേഴ്സ് ഉണ്ട് ബാറ്ററി റീപ്ലേസ് ചെയ്യാനായിട്ട്. അതിന് മെയിൻ കാര്യമാണ് ഫോൺ റാൻഡം ആയിട്ട് ഇങ്ങനെ ഷട്ട് ഡൗൺ ആയി പോവുക, അല്ലെങ്കിൽ ബാറ്ററി നിങ്ങൾ ചാർജ് ചെയ്യാനായിട്ട് ഫോൺ ഇടുമ്പോൾ ചാർജ് കയറാതിരിക്കുക, ചാർജ് ഒരു 20 സെക്കൻഡ് കൊണ്ട് 0 to 100 ഒക്കെ ആവുക. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു ബാറ്ററി ഡാമേജ് ആണെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യാറായി എന്നാണ് അർത്ഥം. നിങ്ങളപ്പോൾ പ്രോപ്പറായിട്ട് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, ബാറ്ററി ഹെൽത്ത് അതുപോലെ തന്നെ ബാറ്ററി റീപ്ലേസ് ചെയ്യാറായോ എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ ഒരു ബാറ്ററീസും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് റീപ്ലേസ് ചെയ്യണം എന്നുള്ളത്. സോ അതിന് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഓതറൈസ്ഡ് സർവീസ് സെൻ്ററായ ഐക്കെയറിൽ നിന്ന് നിങ്ങൾക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ ഷോപ്പ് അല്ലെങ്കിൽ ലോക്കൽ സർവീസ് സെൻറ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആപ്പിളിൻ്റെ തന്നെ ഒറിജിനൽ ബാറ്ററിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ഐക്കെയറിൽ തന്നെ വിസിറ്റ് ചെയ്യുക. സോ അവിടെ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് നിങ്ങളുടെ ബാറ്ററീസും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഈ ഒരു ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ ബാറ്ററീസും കാര്യങ്ങളൊക്കെ ഓരോ മോഡൽസിന് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബാറ്ററി അല്ലെങ്കിൽ ഏത് കമ്പൗണ്ടാണോ അതിന് ഓർഡർ കൊടുത്തിട്ട് ആ ഒരു ഡെലിവറി ടൈമിൽ നിങ്ങൾക്ക് പോയി ബാറ്ററി സർവീസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ ബാറ്ററി കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത ഒരു ലോക്കൽ ഷോപ്പ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സർവീസ് സെൻറ്ററിലാണെങ്കിൽ ഇതുപോലുള്ള അൺനോൺ പാർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ കാണിക്കാനായിട്ട് തുടങ്ങും. ഈ ഒരു അൺനോൺ പാർട്ട് കാണിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐഫോൺസിലെ ഓരോ കമ്പോണൻസിനും ഓരോ സീരിയൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ പുതിയൊരു കമ്പോണൻറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഒരു സീരിയൽ നമ്പറായിട്ട് സിങ്ക് ആവണമെങ്കിൽ നമ്മുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലാണ് ആ ഒരു കാര്യം പോസിബിൾ ആയിട്ടുള്ളൂ. അതാണ് നമുക്ക് ഈ ഒരു അൺനോൺ പാർട്ടും കാര്യങ്ങളൊക്കെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ലോക്കൽ സർവീസ് സെൻറ്ററിൽ പോയി ബാറ്ററി അല്ലെങ്കിൽ ഏത് കമ്പൗണ്ട് റീപ്ലേസ് ചെയ്യുമ്പോഴും കാണിക്കാനായിട്ട് തുടങ്ങും. പിന്നെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബാറ്ററി ഹെൽത്തും കാര്യങ്ങളൊന്നും വിസിബിൾ ആയിരിക്കില്ല. നമ്മളൊരു ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലല്ല ഒരു തേർഡ് പാർട്ടി സർവീസ് സെൻറ്ററിലാണ് ബാറ്ററി റീപ്ലേസ് ചെയ്തെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ബാറ്ററി ഹെൽത്തും കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നില്ല. ഇനി ബാറ്ററിയുടെ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഓരോ ഡിവൈസിനനുസരിച്ച് പ്രൈസിൽ വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ചീപ്പ് പ്രൈസിൽ വേണമെങ്കിൽ തേർഡ് പാർട്ടി സർവീസ് സെൻറ്റേഴ്സിൽ നിന്ന് ബാറ്ററിയും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് ഇടാനായിട്ട് പറ്റും. അല്ല നിങ്ങളിപ്പോൾ ഐക്കെയർ ആണ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലാണ് പോകുന്നതെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ചെക്ക് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസ് ഏതാണോ അതിൻ്റെയൊക്കെ പാർട്സിൻ്റെ
പ്രൈസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഓതറൈസ്ഡ് അല്ലാത്ത സർവീസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രൈസിലൊക്കെ ബാറ്ററി കിട്ടുവാണെങ്കിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്തോളൂ. അവിടെയൊന്നും ഇഷ്യൂ ഇല്ല. പക്ഷേ എപ്പോഴും ബാറ്ററിയുടെ ക്വാളിറ്റി നിങ്ങൾ ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാവർക്കും പൊതുവെയുള്ളൊരു ഡൗട്ടാണ്, നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു സർവീസ് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ തിരിച്ച് നമുക്ക് ആ ഒരു ഫോൺ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കിട്ടുമ്പോൾ വാട്ടർ പ്രൂഫിങ് അല്ലെങ്കിൽ IP റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ളത്. മെയിൻലി നമ്മുടെ ബാറ്ററി റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പീക്കർ അതുപോലെ തന്നെ ഹാപ്റ്റിക് എഞ്ചിൻ ഈ 2 കമ്പോണൻറ്റ്സ് റിമൂവ് ചെയ്തിട്ടാണ് നമ്മുടെ ബാറ്ററി ഡിസംബിൾ ചെയ്യുന്നത്. സോ ഈ ഒരു ടൈമിൽ നമ്മുടെ ബാറ്ററി ഒരു ഹീറ്റ് സീവിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സെയിം ഹീറ്റ് സീവ് തന്നെ നമ്മുടെ ഡിസ്പ്ലേക്ക് ചുറ്റും കൊടുത്തിട്ടുണ്ട് നമ്മുടെ IP റേറ്റിങ്ങിന് വേണ്ടി. നിങ്ങൾ ബാറ്ററി സർവീസ് ചെയ്യാൻ ഒരു ഓതറൈസ്ഡ് അല്ലെങ്കിൽ iCareലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ തിരിച്ച് നമ്മുടെ ഡിസ്പ്ലേസിൻ്റെ ചുറ്റും ആ ഒരു ഹീറ്റ് സീവും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ IP റേറ്റിങ്ങോട് കൂടിയായിരിക്കും ആ ഒരു ഫോൺ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് നഷ്ടമാകുന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. അല്ല, നിങ്ങളിപ്പോൾ ഒരു തേർഡ് പാർട്ടി ഷോപ്പിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെങ്കിൽ ചില ഷോപ്പിലൊന്നും ആ ഒരു ഹീറ്റ് സീവും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് അവർ റീഇൻസ്റ്റാളും കാര്യങ്ങളൊന്നും ചെയ്യില്ല. സോ അവിടെ നിങ്ങൾക്ക് ആ ഒരു വാട്ടർ പ്രൂഫിൻ്റെ അല്ലെങ്കിൽ IP റേറ്റിംഗ് നഷ്ടമാകാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ തേർഡ് പാർട്ടി ഷോപ്പിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഫോൺ അണ്ടർ വാറണ്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ തന്നെ പോയി കമ്പോണൻസും കാര്യങ്ങളും റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ ബാറ്ററി നല്ല ഏതൊരു കമ്പോണൻസ് ഇഷ്യൂ വന്നാലും വാറണ്ടി പീരീഡിലുള്ള ഒരു ഫോണാണെങ്കിൽ തീർച്ചയായിട്ടും ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോയി സർവീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും വാറണ്ടി പീരീഡിലുള്ള ഫോൺ ഒരു ലോക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോയി സർവീസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഉള്ള വാറണ്ടിയും കൂടെയും അവിടെ നഷ്ടപ്പെട്ടു പോകും. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ബാറ്ററി ഹെൽത്ത് അതുപോലെ തന്നെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്ത് പ്രോപ്പർ ടൈമിന് ബാറ്ററി റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ എവിടേക്കാണ് നിങ്ങളുടെ ലൊക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ജസ്റ്റ് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ കയറി നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലുള്ള സർവീസ് സെൻ്ററാണ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സർവീസ് സെൻ്ററാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പ്ലേസോ അല്ലെങ്കിൽ പിൻകോഡോ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ആ ഒരു ഏരിയയിലുള്ള സർവീസ് സെൻറ്റേഴ്സ് ഏതെങ്കിലും അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആപ്പിളിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ ആയിരിക്കും, എപ്പോഴും നമ്മൾ ഡിവൈസ് അണ്ടർ വാറണ്ടി ആണെങ്കിലും അല്ലെങ്കിലും ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സിൽ തന്നെ പോയി സർവീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ല ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും ക്ലോസ് ആയിട്ട് പരിചയമുള്ള ഏതെങ്കിലും ലോക്കൽ ഷോപ്പ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സർവീസ് സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി പ്രോപ്പർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. സോ ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതിരിക്കുക. പ്രോപ്പറായിട്ട് ബാറ്ററിയും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും മികച്ച ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ദിസ് ഇസ് യുവർ ഫ്രണ്ട് സൈനിങ് ഓഫ് ഫ്രം ടെക്